ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ, ഇന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരംഭിച്ച ആ ഒരു ടോപ്പിക്ക് തന്നെയാണ്. വാട്ട് ഈസ് ഹൈപ്പർ ഡിസ്പെൻസേഷൻ ആൻഡ് ഹൈപ്പർ ഗ്രേസ് അതിൻ്റെ പാർട്ട് ടു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ച അതേ ഒരു ഡോക്യുമെൻ്റ് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുവാണ്. gotquestions.org എന്നുള്ള വെബ്സൈറ്റിൽ ഹൈപ്പർ ഗ്രേസിനെ കുറിച്ച് ആ, പരാമർശിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച 4 പോയിന്റ്. ഹൈപ്പർ ഡിസ്പെൻസേഷൻ എന്താണ് നമ്മൾ പഠിച്ചു. ഹൈപ്പർ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം ശരിയായി പഠിക്കുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ കാലഘട്ടത്തെ 3 യുഗങ്ങളെ നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്യുകയാണ്. 7, 10, 13 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. ദൈവവചനം വളരെ നന്നായി മനസ്സിലാക്കുവാൻ വേണ്ടി അത് സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഹൈപ്പർ ഗ്രേസിനെ കുറിച്ച് ആ ഡോക്യുമെൻറ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ഗ്രേസ് ഒരു പുതിയൊരു ഉപദേശമാണെന്നും അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ ബൈബിളിലെ ഉപദേശമാണ്. കർത്താവിൻ്റെ അളവറ്റ കൃപ, അളവറ്റ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞ ഹൈപ്പർ ഗ്രേസ് ടീച്ചേഴ്സ് ദാറ്റ് ഗോഡ് ഹാസ് ഫോർ ഗിവൺ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ സിൻസ്. സോ ദർ ഈസ് നോ നീഡ് ഓഫ് കൺഫെഷൻ. അതുപോലെ തന്നെ ദൈവം നമ്മളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ് നമ്മളിൽ കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനം ദൈവവചനമാണ്. വചനപ്രകാരം നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ തുടർന്ന് അതേ ഡോക്യുമെൻറ്റിൽ 5 കാര്യങ്ങളോട് അവർ പറയുന്നുണ്ട്, 6 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ഇന്ന് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഹൈപ്പർ ഗ്രേസ് ഒരു പാപം ചെയ്യാനുള്ള ലൈസൻസാണ്. ന്യായപ്രമാണത്തിന് വിപരീതമായി ജീവിക്കുവാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു എന്ന് അവർ പറയുന്നു. പിന്നെ റിപ്പൻറ്റൻസ്, മാനസാന്തരത്തെക്കുറിച്ച് നമ്മൾ വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ 8ാമത് അവർ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മുഴുവൻ ആലോചനകൾ പൗലോസ് പഠിപ്പിച്ചു. അത് ഗ്രേസ് ടീച്ചിങ് പഠിപ്പിക്കുന്നില്ല എന്ന് ഉള്ളൊരു ആരോപണമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയെ കൺവിക്റ്റ് ചെയ്യുന്നില്ല, പാപബോധം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കുത്തുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്നിട്ട് ഹൈപ്പർ ഗ്രേസ് ടീച്ചേഴ്സ് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന്, ദൈവവചനത്തെ ശരിയായിട്ട് വിഭജിച്ച് പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പോൾ 5ാമത്തെ പോയിന്റ് അവർ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ഇന്ന് ബാധ്യം അല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം. അവർ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ദ കൺക്ലൂഷൻ ഓഫ് ഹൈപ്പർ ഗ്രേസ് ടീച്ചിങ് ഈസ് ദാറ്റ് വി ആർ നോട്ട് ബൗണ്ട് ബൈ ജീസസ് ടീച്ചിങ് ഈവൻ ആസ് വി ആർ നോട്ട് അണ്ടർ ദ ലോ. നാം ന്യായപ്രമാണത്തിന് കീഴിലല്ലാത്തതുപോലെ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പറഞ്ഞ ഉപദേശങ്ങൾക്ക് കീഴിൽ അല്ല നമ്മൾ എന്ന് ഗ്രേസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണം. അപ്പോൾ തന്നെ 10 കൽപ്പനകളും പഴയ നിയമങ്ങളും ഇന്ന് ബാധമല്ല എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളൊരു ഇത്. അതുപോലെ തന്നെ ബോൺ അഗെയിൻ ബിലീവർ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ പഴയ ന്യായപ്രമാണം, പഴയ ഉടമ്പടിക്ക് കീഴിലല്ല എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് അവരുടെ ഒരു ആരോപണം. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും ന്യായപ്രമാണവും ഈ കൃപായുഗത്തിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 5:11
എന്നിട്ട് മത്തായി സുവിശേഷം 28:19-20 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മത്തായി 5:17-18. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. മത്തായി 28:19-20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ മത്തായി 5:17-18 കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം അത് പൂർത്തിയാകും വരെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. പക്ഷെ അത് എപ്പോഴാണ് നീങ്ങുന്നത്? അത് പൂർത്തിയാകുമ്പോൾ, അല്ലേ? കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, അനുസരണമുള്ളവനായി വളർന്നു, കഷ്ടം സഹിച്ചു, കഷ്ടതയിൽ കൂടി അനുസരണം ശീലിച്ചു. ന്യായപ്രമാണം 100/100 കർത്താവായ യേശുക്രിസ്തു പാലിച്ചു. ക്രൂശ് മരണത്തോളം വിശ്വസ്തനായിരുന്നു, താഴ്മയുള്ളവനായിരുന്നു. അങ്ങനെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ എല്ലാ ഡിമാൻഡുകളെയും കർത്താവായ യേശുക്രിസ്തു പൂർത്തീകരിച്ചു. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മത്തായി 28:19-20 കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ഒക്കെയും പാലിപ്പാൻ നിങ്ങൾ അവരെ ഉപദേശിച്ചും കൊണ്ടുവരണം. അപ്പോൾ വെറും സ്നാനപ്പെടുത്തുക, അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക, ഇതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശം? അല്ല. കർത്താവായ യേശുക്രിസ്തു അനേക കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, ഇതെല്ലാം പാലിപ്പാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിക്കണം. അപ്പൊ അതിന് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് പാലിക്കാൻ കഴിയാവുന്നതൊക്കെ പാലിക്കാൻ എന്നാണോ പഠിപ്പിച്ചത്? അല്ല, എല്ലാം പഠിപ്പിക്കണം, എല്ലാം പാലിക്കണം. അപ്പൊ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്തുള്ള ചില ഉപദേശങ്ങളെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. മത്തായി സുവിശേഷം 6:14-15 കർത്താവ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്ക് തരും. അങ്ങനാണോ ഇന്ന് കൃപായുഗത്തിൽ? അപ്പൊ അതൊരു കണ്ടീഷണൽ സാൽവേഷനാണ്. മത്തായി 6:19 കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുതേ. ഇവിടെ കള്ളന്മാരും ചെതലും മോഷണവും ഒക്കെ ഉണ്ടാകുന്നു. നിങ്ങൾ സ്വർഗത്തിൽ അത്രേ നിക്ഷേപിക്കേണ്ടത്. 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടാണ് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുന്നത്. ഇന്ന് എത്രയോ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളും എത്ര നിക്ഷേപങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലേ? ഇപ്പോഴൊക്കെ പൊളിറ്റിക്കലും നമ്മൾ വരാൻ ശ്രമിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ്, ഇതെല്ലാം പാലിക്കേണ്ടതാണ്, അല്ലേ? മത്തായി 6:31-33 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറയാം, നാളെ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുതേ. പൗലോസ് അപ്പോസ്തലൻ ഈ കൃപായുഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം ജോലി ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കഴിക്കില്ലെന്നാ പറയുന്നില്ല. ആ വ്യത്യാസം കാണുന്നുണ്ടോ? എന്നിട്ട് 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജാതികൾ അത്രേ വിചാരിക്കുന്നു. അപ്പോൾ ആ വ്യത്യാസം കണ്ടോ? യഹൂദരും ജാതികളും തമ്മിലുള്ള ആ വേർപാടിൻ്റെ ആ നടിച്ചുവർ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുകയാണ്.
നമുക്ക് മത്തായി 5:29-30 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം എന്തുവാണ്? അഥവാ വലത് കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളയുക, വലത് കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചുഴന്നു കളയുക. ഇന്ന് ആ ഉപദേശങ്ങളൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? ലൂക്കോസ് 14:12 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. ഈ ഉപദേശങ്ങളൊക്കെ പാലിക്കേണ്ടതാ അവർ പറയുന്നതനുസരിച്ച്. പക്ഷെ ഇന്ന് പാലിക്കുന്നുണ്ടോ? നമുക്ക് മുൻപോട്ട് പോകാം. അപ്പം ഈ കൃപായുഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് നൽകിയ ഉപദേശങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് 2 വാക്യം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 15:8, 2 കൊരിന്ത്യർ 5:16. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് പിതാക്കന്മാർ, ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാർക്ക് ദൈവം ആദിയിൽ കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി പരിച്ഛേദനക്കാരുടെ ശുശ്രൂഷകൻ ആയിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ, നിങ്ങൾ യഹൂദരല്ലാതെ അന്യജാതികളുടെ വീട്ടിൽ പോകരുതേ. ദാവീദ് ഗ്രഹത്തിലെ കളഞ്ഞ ആടുകളെ തേടി തന്നെ ഞാൻ വന്നിരിക്കുന്നു, യഹൂദന്മാരുടെ രാജാവ് എന്നൊക്കെ പദം ടൈറ്റിൽ കർത്താവിന് കൊടുക്കാൻ വന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എന്നാ പറയുന്നത്? നമുക്ക് 2 കൊരിന്ത്യർ 5:16 നമുക്കൊന്ന് വായിക്കാം. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. സ്തോത്രം. അപ്പൊ ഈ ജഡപ്രകാരം എന്ന് പറയുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 7-ാം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ. അപ്പോൾ അവിടെ ഈ ജഡം എന്ന് പറയുന്നത് ഈ ശരീരമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തുയുടെ ഭൗമിക ശുശ്രൂഷ, യഹൂദർക്കുള്ള ആ ഒരു ശുശ്രൂഷയും യേശുക്രിസ്തു 12 അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച ആ ഒരു ശുശ്രൂഷയും, ആ സുവിശേഷവും ആ ശുശ്രൂഷയ്ക്കും പറയുന്നത് ജഡത്തിലെ ശുശ്രൂഷ. കാരണം അതിനകത്ത് വിശ്വാസവും രക്ഷയും അവരുടെ നീതി പ്രവൃത്തിയാൽ, ജഡത്തിലുള്ള നീതി പ്രവൃത്തിയാൽ വെളിവാകുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശു ക്രിസ്തു ജഡത്തിൽ ശുശ്രൂഷ, ജഡത്തിൻ്റെ ശുശ്രൂഷക്കാരൻ. ജഡത്തിൽ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നില്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണ് നാം അറിയുന്നത്. ഈ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പൗലോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നോക്കണേ, നോഹയിൽ കൂടി ദൈവമാണ് സംസാരിച്ചത്, ഇല്ലേ? നോഹയിൽ കൂടി കൊടുത്ത ആലോചനകൾ തിരസ്കരിച്ചവർ എന്ത് ചെയ്തു? എന്തു പറ്റി അവർക്ക്? അവർ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരും നശിച്ചു പോവുകയുണ്ടായി. മോശയ്ക്ക് ആലോചന ആരാണ് കൊടുത്തത്? ദൈവം തന്നെയാണ് കൊടുത്തത്, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് കൊടുത്തത്. മോശ തിരസ്കരിച്ചവർക്ക് എന്തു പറ്റി? അവരും പട്ടുപോയി. പ്രിയമുള്ളവരെ, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന് മർമ്മത്തിൻ്റെ വെളിപ്പാടുകളും ഉപദേശങ്ങളും ലഭിച്ചത് മറ്റ് മനുഷ്യരിൽ നിന്നല്ല. പൗലോസ് പറയുന്നു, ഞാൻ അവരുടെ അരികിൽ പോയിട്ടില്ല, അവർ
എനിക്കുള്ള ജ്ഞാനത്തിൽ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. പൗലോസിന് ലഭിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമായി. ഇന്ന് പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്ന ആ ആലോചനകൾ, അതിനെ നാം തിരസ്കരിക്കുകയാണെങ്കിൽ നോഹയും മോശയും തിരസ്കരിച്ചവർക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെ സംഭവിക്കാനാണിട. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ജഡപ്രകാരമുള്ള ശുശ്രൂഷ, അത് യഹൂദർക്ക് വേണ്ടിയുള്ളതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? പഠിപ്പിച്ചതൊക്കെയും അല്പമല്ല, എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. ഇന്ന് അത് ആപ്ലിക്കബിൾ അല്ല എന്ന് ഗ്രേസ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. പണ്ട് ഒരാൾ ഒരു അസ്ഥിക്ക് പൊട്ടൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച് പറയുകയുണ്ടായി, ഈ പാപം നിമിത്തമാണെങ്കിൽ നീ ക്ഷമിക്കണമേ എന്ന്. പക്ഷേ ആ വ്യക്തിക്ക് അത് വിഷമമായി തീർന്നു. അവർ ചിന്തിച്ചു, അപ്പം പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെട്ടില്ലേ? പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ആ വാഗ്ദത്തം യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള വാഗ്ദത്തമായിരുന്നു. അപ്പോൾ അത് നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അടുത്ത 6ാമത്തെ പോയിന്റ്, ഹൈപ്പർ ഗ്രേസ് ഈസ് ലൈസൻസ് ടു സിൻ ആൻഡ് പ്രൊമോട്ട്സ് ആൻറ്റിനോമിനിസം എന്നുള്ള ഒരു ആരോപണമാണ്. അപ്പോൾ അവർ പറയുന്നു, ബിലീവേഴ്സ്, നമ്മൾ പഠിപ്പിക്കുന്നു, ബിലീവേഴ്സ് ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദർ സിൻ. ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് 1 തിമോത്തിയസ് 1:8 നമുക്ക് 8 തൊട്ട് 11 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കൽ പരിമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ ഭക്ത്യോപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്, പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത് ഭക്ത്യോപദേശം സൗണ്ട് ഡോക്ട്രിൻ, കൃപായുഗത്തിലെ സൗണ്ട് ഡോക്ട്രിൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. എന്താണ് ഈ കൃപായുഗത്തിലെ സൗണ്ട് ഡോക്ട്രിൻ? പൗലോസ് പറയുക, ദൈവം എന്നെ പരിമേൽപ്പിച്ചിരിക്കുന്ന മഹത്വകരമായ സുവിശേഷം. അതാണ് ഈ കൃപായുഗത്തിലെ സൗണ്ട് ഡോക്ട്രിൻ അല്ലെങ്കിൽ ഭക്തിയുപദേശം. അതിന് വിപരീതമുള്ളവർക്ക് മേലാണ് ന്യായപ്രമാണം ആപ്ലിക്കബിൾ. മനസ്സിലാവുന്നുണ്ട്? ഗലാത്യർക്കെഴുതിയ ലേഖനം 6:8 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും. അപ്പോൾ പൗലോസ് ഈ കൃപായുഗത്തിൽ നമ്മൾ പഠിപ്പിക്കുവാണോ പാപം ചെയ്തോ കുഴപ്പമില്ല, നമ്മളല്ല അതിൻ്റെ ഉത്തരവാദി എന്നാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. പൗലോസ് പറയുക, പാപം ചെയ്യുന്നവൻ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ കൊയ്യും. ആ വ്യക്തി തന്നെ കൊയ്യും. നമ്മൾ ഒരു വിത്ത് പാകിയാൽ എത്ര ഫലമാണ് കൊയ്യുന്നത്? ഇല്ലേ? ഒന്നിലധികം നട്ടതിലധികം നമ്മൾ കൊയ്യും. അതുകൊണ്ട് ഇൻഡിവിജ്വൽ വ്യക്തികൾ റെസ്പോൺസിബിൾ ആണ്, അല്ലേ? ഒരു ലൈസൻസ് ടു സിൻ അല്ല. ഈ ലൈസൻസ് കൃപയെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമല്ല മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങിയത്. ന്യായപ്രമാണത്തിൻ്റെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
അപ്പൊ നോക്കണേ, എങ്ങനെയാണ് ദൈവം ഒരു പുതിയ സൃഷ്ടി, ദൈവത്തിൽ തന്നെ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി, യഹൂദരും ഏ, ആ, ഉം, അന്യജാതിയെയും ഒരു സൃഷ്ടിയാക്കി തൻ്റെ ശരീരത്തിൽ സൃഷ്ടിച്ചത് by abolishing in his flesh the enmity, even the law of commandments contained in ordinances. അതായത് ന്യായപ്രമാണത്തെ തൻ്റെ ശരീരത്തിൽ നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യനെ രൂപീകരിച്ചത്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ് ആ പുതിയ മനുഷ്യൻ, അല്ലേ? യഹൂദരും ജാതിയും എന്ന ഭേദമന്യേ, ആ വ്യത്യാസമില്ലാതെ ആ നടുച്ചുവർ തൻ്റെ ക്രൂശിനാൽ നീക്കി പുതിയ സൃഷ്ടിയെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഈ ന്യായപ്രമാണത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സും ഓർഡിനൻസും തൻ്റെ ശരീരത്തിൽ നീക്കം വരുത്തിയതിന് ശേഷമാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അടുത്തൊരു വാക്ക് അവർ ഉപയോഗിച്ചത് ഹൈപ്പർ ഗ്രേസ് പ്രൊമോട്ട്സ് ആൻറ്റിനോമിയനിസം. ആൻറ്റിനോമിയനിസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ആൻറ്റൈ എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ്, എതിരെ, നോമോസ് എന്ന് വെച്ചാൽ ലോ, ന്യായപ്രമാണം, നിയമം. നമ്മുടെ വചനത്തിൽ മോശയുടെ ന്യായപ്രമാണം. അപ്പോൾ അവർ പറയുന്നത് കൊല ചെയ്യല്ലെന്ന് പറഞ്ഞാൽ കൊല ചെയ്യാം എന്ന് പറയുന്നതാണ് എഗെയിൻസ്റ്റ് ദ ലോ. കള്ളം പറയല്ലേ എന്ന് മോശയുടെ ന്യായപ്രമാണം പറയുമ്പോൾ കള്ളം പറയണം, കള്ളം പറയുന്നതിന് കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ആൻറ്റിനോമിനിസം. എവിടെയും ഒരു ഗ്രേസ് ചർച്ച് അല്ലെങ്കിൽ ഗ്രേസ് പ്രീച്ചർ ഇതുപോലെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? ഒരിക്കലും കണ്ടെത്തത്തില്ല, അല്ലേ? അവർ പറയുന്നത്, എന്നാൽ ഈ ലോർഡ്ഷിപ്പ് സാൽവേഷൻ അവരുടെ ഡോക്യുമെൻ്റ് gty.org, അതിനകത്തെ ആ ഡോക്യുമെൻറ്റിൽ അതിൻ്റെ 9ാമത്തെ പോയിന്റ് പറയുന്നത്, ലോർഡ്ഷിപ്പ് സാൽവേഷൻകാർ, സ്ക്രിപ്ചർ ടീച്ചസ് ദാറ്റ് ജെന്യുവൻ ബിലീവേഴ്സ് മേ സ്റ്റംബിൾ ആൻഡ് ഫോൾ ബട്ട് ദേ വിൽ പെർസിവർ ഇൻ ദ ഫെയ്ത്ത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ ആൾക്കാർ പാപം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പാപമായിട്ടല്ല അത് കണക്കാക്കുന്നത്. അതെന്നാ, ഒന്ന് തെന്നി വീണു, ഒന്ന് തട്ടിമറിഞ്ഞ് വീണു, ഒരു വീഴ്ചയായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:20-21 നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് കോൺസെപ്റ്റ് നമ്മളൊന്ന് വായിച്ചിട്ട് ഞാനൊന്ന് മനസ്സിലാക്കാം. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും, പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും, ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ഈ ഒരു വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം എടുക്കാം. പണ്ട് ഒരു വലിയൊരു സുവിശേഷ യോഗത്തിൽ ഒരു പോക്കറ്റടിക്കാരൻ രക്ഷിക്കപ്പെട്ടു. കരങ്ങളെയൊക്കെ ഉയർത്തി ചർച്ചിൽ ചേർന്ന് മെമ്പർഷിപ്പ് എടുത്ത് സ്നാനമൊക്കെ പെട്ട് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ പാസ്റ്റർ ബസ് യാത്ര ചെയ്യുക. പാസ്റ്ററിൻ്റെ പോക്കറ്റ് ഒരു കൈ ഇങ്ങനെ ചെല്ലുന്നതായിട്ട് പാസ്റ്ററിന് ഫീൽ ചെയ്തു. പെട്ടെന്ന് പാസ്റ്റർ ആ പോക്കറ്റിലോട്ട് പിടിച്ചപ്പോൾ ആ കൈ കയറി പിടിച്ചപ്പോൾ ഈ ബ്രദറിൻ്റെ കൈയാണ്. അപ്പോൾ ഈ ബ്രദറിനോട് പാസ്റ്റർ ചോദിച്ചു, അയ്യോ ഇതെന്താ ബ്രദറെ ചെയ്യുന്നത്? അപ്പോൾ ആ ബ്രദർ പറയുകയുണ്ടായി, പാസ്റ്ററെ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഞാൻ പാപികൾ ലോകമനുഷ്യരുടെ പോക്കറ്റായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്പം ഞാൻ വിശുദ്ധന്മാരുടെ പോക്കറ്റ് മാത്രമേ അടിക്കാറുള്ളൂ എന്ന്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
ഓൾറെഡി ചെയ്ത പാപങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സിലൊരു അന്തരം, മെറ്റനോയ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. മെറ്റനോയ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് തിരിയുന്ന പ്രവൃത്തിയല്ല, മറിച്ച് പാപത്തെക്കുറിച്ചുള്ള ഒരു അന്തരം, മനസ്സിലുള്ളൊരു അന്തരം. അപ്പോൾ ആ പോക്കറ്റടിക്കാരനെ പോലെ ഇവര് ചിന്തിച്ചത് എന്താണ്? കൃപയുടെ സുവിശേഷത്തിലേക്ക് വന്നാൽ കൊലപാതകം പിന്നെ കൊലപാതകമല്ല, അതൊരു വീഴ്ചയാണ്. മോഷണം ഒരു മോഷണമല്ല, അതൊന്ന് തട്ടി വീഴുകയാണ്. അങ്ങനാണോ പൗലോസ് പഠിപ്പിക്കുക? പാപത്തെ പാപമായിട്ട് തന്നെ കാണണം. ആര് പാപം ചെയ്താലും, ആര് കുറ്റം ചെയ്താലും പാപം പാപമാണ്. അതിന് ഒട്ടും അതിൽ കുറവ് വരുത്തുന്നില്ല. മറ്റ് ആൾക്കാർ പഠിപ്പിക്കുന്നത് പോലെ അതൊരു തെന്നി വീഴുവോ തട്ടി വീഴുവോ അല്ല. സിൻ ഈസ് സിൻ. അതിനെക്കുറിച്ച് നമ്മുടെ നിരൂപണങ്ങൾക്ക് ഒരു മാറ്റം വരണം. അവർ പറയാം ഗ്രേസിൽ വന്നാൽ പോക്കറ്റ് അടിക്കാൻ വേണ്ടി മാത്രം, വിശ്വാസികളുടെ പോക്കറ്റ് അടിക്കാൻ വേണ്ടി മാത്രം ആരെങ്കിലും ചർച്ച കൂടുന്നുണ്ടോ? ഇല്ല. ഒരു ബിലീവർ പാപം ചെയ്താൽ ഇറ്റ് ഈസ് സിൻ. നമ്മൾ പാപത്തെ ചെറുതാക്കിയല്ല കാണുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ. സോ നാം ആൻറ്റി നോമിനിസം പ്രസംഗിക്കുന്നവരല്ല. ആൻറ്റി നോമിനിസം എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ലോ. വേറെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. നമുക്ക് മുൻപോട്ട് പോകാം. 7ാമത്തെ കാര്യം അവർ പറയുന്നത് ദ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിപ്പൻറ്റൻസ്. Jesus' words to 7 churches in the book of Revelation strongly contradict the idea that Christians never need to repent. മാനസാന്തരം, മെറ്റനോയ എന്ന ഗ്രീക്ക് വേർഡ്, അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം എ ചേഞ്ച് ഓഫ് മൈൻഡാണ്. മനസ്സിൽ ഒരു മാറ്റം. അഥവാ മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം പാപപ്രവൃത്തിയിൽ നിന്ന് തിരിയുക എന്നാണെങ്കിൽ ഉൽപ്പത്തി 6:6, പുറപ്പാട് പുസ്തകം 32:14, യെരമ്യ 18:7-10 വരെ, ആമോസ് 7-ാം അധ്യായം, 1 ശമൂവേൽ 15:11, 2 ശമൂവേൽ 24:16, യോയേൽ 2:13, ഇവിടൊക്കെയും മാനസാന്തരപ്പെടുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൽ പാപമുണ്ടായിരുന്നോ? ദൈവം പാപത്തിൽ നിന്ന് തിരിയുവാൻ വേണ്ടി? ഒരിക്കലും ഇല്ല. പക്ഷെ ദൈവം മനുഷ്യരിൽ വന്ന മാറ്റം, മനുഷ്യർ പ്രാർത്ഥിച്ചപ്പോൾ, അനുതപിച്ചപ്പോൾ ദൈവം പ്ലാൻ ചെയ്ത ശിക്ഷാവധിയിൽ നിന്ന് അവൻ മാനസാന്തരപ്പെട്ടു. അതായത് ദൈവം എന്ത് ചെയ്തു? ശിക്ഷ അയക്കാൻ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഈവിൽ, അല്ലെങ്കിൽ ആ ഒരു കലാമിറ്റി ദൈവം അയക്കാൻ പദ്ധതിയിട്ടത്, അതിനെ എന്ത് ചെയ്തു? അതിൽ നിന്ന് തിരിഞ്ഞു, മനസ്സ് മാറ്റി. അതാണ്. അല്ല, ഒരിക്കലും പാപത്തിൽ നിന്ന് തിരിയുന്ന കാര്യമല്ല റിപ്പൻറ്റൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. യോന 3:10 നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. അവർ അവരുടെ പാപപ്രവൃത്തിയിൽ നിന്ന് തിരിഞ്ഞ പ്രവൃത്തി. അപ്പോൾ റിപ്പൻറ്റൻസ് ഈസ് എ വർക്ക്, ഒരു പ്രവൃത്തിയാണ്. നാം പ്രവൃത്തിയാലല്ല നാം നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തിയാലല്ല നാം രക്ഷിക്കപ്പെടുന്നത്, ഇല്ലേ? എന്നാൽ മാനസാന്തരം എന്ന് വെച്ചാൽ ഈ കൃപായുഗത്തിൽ മാനസാന്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. 2 തിമോത്തി 2:25-26 വാക്യം നമുക്ക് വായിക്കാം. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. അപ്പോൾ കൃപായുഗത്തിൽ റിപ്പൻറ്റൻസ് എന്ന് വെച്ചാൽ എന്തുവാ? അക്നോളജിങ് ദ ട്രൂത്ത്. സത്യത്തെ, ദൈവവചനത്തിൻ്റെ സത്യത്തെ അംഗീകരിക്കുന്നതാണ് മാനസാന്തരം.
ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല അവൻ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന്. എത്രയോ അക്രൈസ്തവർ, എത്രയോ നിരീശ്വരവാദികൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. സോ ഗുഡ് വർക്ക്സ് ആർ നോട്ട് എ സൈൻ ഓഫ് സാൽവേഷൻ. നല്ല പ്രവൃത്തികൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ തെളിവ് അല്ല. മാനസാന്തരം എന്താണ്? ദൈവവചനത്തിൻ്റെ സത്യത്തെ നാം അംഗീകരിക്കുന്നതാണ് മാനസാന്തരം. അവർ പറയുന്നത് ദ പ്രൊപ്പോണൻസ് ഓഫ് ലോർഡ്ഷിപ്പ് സാൽവേഷൻ ദേ ഫെയിൽ ടു റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് വെളിപ്പാട് പുസ്തകങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു 7 സഭകളോട് പറയുന്ന ഓരോ ഉപദേശം എന്തുവാ? മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക എന്ന്. അപ്പോൾ അവർ പറയുന്നത്, ഇന്ന് ഗ്രേസ് ടീച്ചേഴ്സ് പറയുന്നു റിപ്പൻറ്റൻസിൻ്റെ ആവശ്യമില്ലെന്ന് ഉള്ളൊരു കോൺസെപ്റ്റാണ് പറയുന്നത്. റിപ്പൻറ്റൻസ് ആവശ്യമാണ്. ഏതെന്ന്? നമ്മുടെ ചിന്തയ്ക്കുള്ള ഒരു മാറ്റം. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് മാനസാന്തരത്തെക്കുറിച്ച്. ഒരു വ്യക്തി ചിന്തിക്കുവാൻ, ഞാൻ എൻ്റെ നല്ല പ്രവൃത്തിയാൽ എനിക്ക് രക്ഷ നേടാൻ കഴിയും, ഞാൻ എൻ്റെ അനുഭവം, അതായത് എൻ്റെ ത്യാഗമായ ജീവിതം കൊണ്ട് എനിക്ക് രക്ഷ നേടാൻ കഴിയും എന്നുള്ള ചിന്തകളിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് മാനസാന്തരപ്പെട്ടിട്ട്, അയ്യോ എന്നാൽ കഴിയുകയില്ല, എനിക്ക് ദൈവത്തിൻ്റെ നീതി വേണം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ പാപങ്ങൾക്കും വേണ്ടി, എൻ്റെ സകല പാപങ്ങൾക്കും വേണ്ടി ക്രൂശിൽ യാഗമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നതാണ് മാനസാന്തരം. ആ മാനസാന്തരം നമുക്ക് ഏവർക്കും വേണം. അപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി നമ്മളെ ആ ദിവസത്തോളം പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേൽ കിടക്കുന്നത്. അപ്പോൾ ഈ റിപ്പൻറ്റ് എന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാടിലെ സഭകളോട് പറയുമ്പോൾ അത് നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണം. കാരണം അവരോട് പറയുക, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ സഭയുടെ ആ വിളക്കിനെ ഞാൻ അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുന്നു. അപ്പോൾ അവിടെ രക്ഷ നഷ്ടപ്പെടുന്നത് ആണ് അവിടെ പറയുന്നത്. അതേസമയം 2 തിമോത്തിയർ 2:13 ഇന്ന് കൃപായുഗത്തിൽ എന്താണ് കർത്താവ് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനിൽ കൂടി പറഞ്ഞത്? നമുക്കതൊന്ന് വായിക്കാം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് അടിവരയിട്ട് പൗലോസ് പറയുക. നാം ജീവിത സാഹചര്യത്തിൽ ഈവൻ പിന്മാറിപ്പോയാൽ പോലും ഒരു ഗ്രേറ്റ് മിനിസ്റ്റർ, ഒരു ബിലീവർ, കൃപായുഗത്തിൽ പൗലോസ് അപ്പോസ്തലനിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ശുശ്രൂഷ, ആ സുവിശേഷം വിശ്വസിച്ച വ്യക്തി തൻ്റെ ജീവിത സാഹചര്യത്തിൽ എന്ത് വന്നാലും നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ദൈവം നമ്മളെ, ആ ബിലീവറിനെ തള്ളിക്കളയുന്നില്ല. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമ്മുടെ പെർഫോമൻസോ, നമ്മുടെ മാനസാന്തരമോ, നമ്മുടെ പ്രവൃത്തിയോ, ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസോ അതിൻ്റെ മേൽ അല്ല, മറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം എന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ്, ഉറപ്പുള്ള പാറമേലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ ലോർഡ്ഷിപ്പ് സാൽവേഷൻ ശരിക്ക് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നില്ല ദൈവവചനം. അതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ അവരുടെ ഇടയിൽ. അവർ പറയും, ഒരു വ്യക്തി അവസാനം വരെ നിന്നയാൾ പാപത്തിൽ തെറ്റിപ്പോയാൽ അവർ പറയും ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവനെ അല്ലായിരുന്നു, മറിച്ച് യൂദാ ഇസ്കറിയോത്താവിനെ പോലെ കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്തു, പക്ഷേ അവൻ വിശ്വാസിയല്ലായിരുന്നു, അതുപോലൊരു വ്യക്തിയായിരുന്നു എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അങ്ങനല്ല പൗലോസ് അപ്പോസ്തലൻ ഉപദേശിക്കുന്നത്. 8ാമത്തെ പോയിന്റ്, അവരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ
പൂർണ്ണ ഉപദേശം, ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചന നമ്മൾ പഠിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 26-ഉം 27-ഉം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഇത് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയോട് വിട പറയുന്ന ഒരു ടൈമാണ്. അതാണ് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് എനിക്ക് നൽകിയ ആ വെളിപ്പാടിൽ നിന്നും ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ പകർന്നു തന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ രക്തത്തിന് ഉത്തരവാദി അല്ല. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എഫെസോസിൽ ഞാൻ പൂർത്തിയാക്കി. എഫെസോസിൽ തന്നെയല്ല, പൗലോസ് പോയിടത്തെല്ലാം പൂർണ്ണമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ പറഞ്ഞ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്, അത് ഒട്ടും മറച്ചു വെക്കാതെ പൂർണ്ണമായി പകർന്നു കൊടുത്തു എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ലോർഡ്ഷിപ്പ് സാൽവേഷൻ പറയുന്നത് ഹൈപ്പർ ഗ്രേസ്, റൈറ്റ് ഡിവിഷൻ ചർച്ചുകളെ, മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ ചർച്ചുകൾ ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചനയല്ല പകരുന്നത്, അല്പമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷ സമയത്ത് ഒരിക്കലും ന്യായപ്രമാണവും യേശുക്രിസ്തുവിൻ്റെ യഹൂദർക്ക് വേണ്ടിയുള്ള ആലോചനകളും പൗലോസ് അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന മർമ്മവും അതെല്ലാം കൂടെ ചേർത്തൊരു അവിയലായിട്ട് പ്രസംഗിച്ചിട്ടില്ല. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ആദാമിന് കർത്താവ് പറഞ്ഞു സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കണം. നോഹയോട് പറഞ്ഞു ഗ്രീനറിയും വെജിറ്റേറിയനും നോൺ വെജും കഴിക്കാം എന്ന്. എന്നാൽ മോശയോട് പറഞ്ഞു അശുദ്ധമായ ആഹാരമുണ്ട്, ശുദ്ധമായത് ഉണ്ട്. എന്നാൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് എന്താ? ഏത് കിട്ടിയ എന്താഹാരമാണേലും സ്തോത്രത്തോടുകൂടി കഴിക്കാം എന്ന്. ഇല്ലേ? ഇങ്ങനെ ആലോചനകൾ തിരുവചനത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് മാറി വരുന്നുണ്ട്. പക്ഷേ അതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണവും ഇതൊന്നും കൃപയുടെ സുവിശേഷം ചേർത്ത് മിക്സ് ചെയ്ത് ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. പൗലോസിനെ ഏൽപ്പിച്ചത് പൗലോസ് പൂർണ്ണമായി തന്നെയാണ് പ്രസംഗിച്ചത്. അതുപോലാണ് ഇന്ന് മിഡ് ആക്സ് ഡിസ്പെൻസേഷൻ, റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലോമേൻ വരെയുള്ള കാര്യം. അതാണ് ഇന്നത്തെ സഭയ്ക്ക്, ഇന്നത്തെ ഒരു ബിലീവറിന് ആവശ്യമാകുന്ന പത്യോപദേശം എന്ന് പൗലോസ് പറയുന്നുണ്ട്, ഇല്ലേ? ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയും നാം വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു അത് നമ്മുടെ അറിവിന് വേണ്ടി നല്ലതാണ്, അത് നമ്മുടെ ജ്ഞാനത്തിന് വേണ്ടി നല്ലതാണ്. പക്ഷെ അതിൽ അല്ല നമ്മുടെ രക്ഷയുടെ നങ്കൂരമിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. ഗലാത്യർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് യെരുശലേമിൽ നിന്ന് വന്ന പുരുഷന്മാർക്ക് 1 മണിക്കൂർ പോലും സമയം കൊടുത്തില്ല. പൗലോസിനെ ഏൽപ്പിച്ച ആടുകളെ പൗലോസ് വളരെ കൃത്യമായിട്ട് കൃപയുടെ സുവിശേഷത്തിൽ തന്നെ സൂക്ഷിച്ചു. അതിനുശേഷം പറയണ്ട, ഞാൻ പോയതിന് ശേഷം ചില ചെന്നായ്ക്കൾ വരും. ആരാണ് ഈ ചെന്നായ്ക്കൾ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയോട് ഈ കൃപയോടുകൂടി ചേർക്കുവാൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 1:9 പറയുകയാണ്, നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ് പറയുക മറ്റു സുവിശേഷം ആ ടൈമിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആരാണ് യേശുവിൻ്റെ സുവിശേഷം പറയുന്നത് ആ ടൈമിൽ? 12 അപ്പോസ്തലന്മാരാ. വേറെ ആരെങ്കിലും യേശു മസിയ എന്ന് പറയുന്നുണ്ടോ ആ ടൈമുകളിൽ? ഇല്ല. ഇത് രണ്ടും മിക്സ് ചെയ്യലെന്നുള്ളതിന് സ്റ്റേൺ വാർണിംഗ് ആണ് പൗലോസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൗലോസിനെ പോലെ
മിഡാക്സ് ഡിസ്പെൻസേഷൻ, ഗ്രേസ് ചർച്ചുകളൊക്കെ പൗലോസിന് നൽകിയ സുവിശേഷം, പൗലോസിന് നൽകിയ വെളിപ്പാട്, കർത്താവായ യേശു ക്രിസ്തു നൽകിയ വെളിപ്പാട് പൂർണ്ണമായിട്ടൊന്നും മറച്ചു വെക്കാതെ നാം പഠിപ്പിക്കുന്നു, നാം പ്രസംഗിക്കുന്നു. അത് വളരെ നല്ല കാര്യം. 9ാമത്തെ പോയിന്റ്, ഹൈപ്പർ ഗ്രേസ്കാർ പറയുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന്. അതായത് പണ്ട് ഒരു പ്രസംഗം കേട്ടതുപോലെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവിടെ കത്തലുണ്ടാകും, കുത്തലുണ്ടാകും, വചനത്തിൻ്റെ വെട്ടുണ്ടാകും. കത്തലും കുത്തലിൻ്റെ ഇത് ഇറച്ചിക്കടയല്ല, അല്ലേ? നമുക്കൊന്ന് വായിക്കാം. പരിശുദ്ധാത്മാവ് ആരെയാണ് കുത്തുന്നത് എന്ന് നമുക്കൊന്ന് വായിക്കാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. യോഹന്നാൻ സുവിശേഷം 16:7-11 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. സ്തോത്രം. അപ്പോൾ ഇവിടെ തിരുവചനം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു സത്യമായിട്ട് പറയുകയാണ്, അല്ലേ? ട്രൂലി ഐ സേ, കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ അരികിൽ പോകുമ്പോൾ മറ്റൊരാശ്വാസകനെ അയക്കും. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്, ആരെയാണ് കുത്തുന്നത്? പറയുന്നു ലോകത്തെ. ഏത് പാപത്തെക്കുറിച്ചാണ് ലോകത്തെ കുറ്റപ്പെടുത്തുന്നത്? അവരുടെ ക്രിസ്തുവിലുള്ള അവിശ്വാസത്തെ കുറിച്ചാണ് കുത്തുന്നത്. അപ്പോൾ ഒരു ബിലീവറിനെ ആണോ പരിശുദ്ധാത്മാവ് കുത്തുന്നത്? അല്ല. കാരണം ഒരു ബിലീവറിന്, ഒരു വിശ്വാസിക്ക് വിശ്വാസിയും അവിശ്വാസിയും ഒരേ സമയത്തായിരിക്കാൻ പറ്റൂല. വിശ്വാസി വിശ്വാസിയാണ്, ഇല്ലേ? അതിനെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ബോധം വരുത്തുന്നെന്നാണ്. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ ഹി വിൽ റിപ്രൂവ് ദ വേൾഡ് ഓഫ് സിൻ. ലോകത്തെ അതിൻ്റെ പാപത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ബോധ്യം വരുത്തുക, കൺവിക്റ്റ് ചെയ്യുക. ഏതാണ് പാപം? കർത്താവിലുള്ള അവിശ്വാസത്തെക്കുറിച്ച്. നീതിയെക്കുറിച്ച് പറയുന്നത് ബോധ്യം വരുത്തും. അതൊരു ബിലീവറിനെയാണ് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ച് മരണത്തെ കാൽവരി ക്രൂശിൽ കർത്താവ് എന്നേക്കുമായി പരാജയപ്പെടുത്തി, അല്ലേ? നമുക്ക് നിത്യജീവനും നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമ്മുടെ നീതീകരണത്തിൻ്റെ സ്രോതം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിച്ച കാര്യമാണെന്നുള്ള ബോധ്യം ഒരു ബിലീവറിനെ ഓർപ്പിക്കും. ന്യായവിധിയെക്കുറിച്ച് എന്താണ്? ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ വിധിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഓർമ്മ വരുത്തും. അപ്പം പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കുത്തലുണ്ടല്ലോ. അതാരാ കുത്തുന്നത്? അതാ പ്രിയമുള്ളവരെ മനസാക്ഷി. അത് വിശ്വാസിക്കുമുണ്ട്, അവിശ്വാസിക്കുമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനുമുണ്ട്, ദൈവമില്ലെന്ന് പറയുന്നവനുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. മറിച്ച് നമ്മൾ നമുക്കൊരു വളർത്തുന്ന ഉണ്ടെങ്കിൽ അതിന് അറിയാം അതിൻ്റെ ഉടമസ്ഥന് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ്. അങ്ങനത്തെ എന്തുവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖത്ത് തന്നെ ഒരു മുഖഭാവ വ്യത്യാസം വരും. അപ്പം നായ്ക്കും പരിശുദ്ധാത്മാവാണ് കുത്തുന്നത്? ഒരിക്കലുമല്ല. മനുഷ്യത്വം, കൺസൈൻസ്, മനസാക്ഷിയാണ് കുത്തുന്നത്. അതെല്ലാവർക്കുമുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവ് ആരെയാണ് കുത്തുന്നത് എന്നുള്ളൊരു കാര്യം, ബോധ്യം വരുത്തുന്ന കാര്യമേ. നമുക്ക് യോഹന്നാൻ സുവിശേഷം 5:45 വാക്യം വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പദ്ധതി, കിങ്ഡം പ്രോഗ്രാം അനുസരിച്ച് ആരാ കുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ
പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. മോശയാണ് കിങ്ഡം പ്രോഗ്രാമിലുള്ളവർക്ക് കുത്തുന്നത്, അല്ലേ, കുറ്റം വിധിക്കുന്നത്. ഓക്കെ, കൃപായുഗത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 8:31 മുതൽ 39 വരെയുള്ള വാക്യം നമുക്ക് മലയാളത്തിൽ നോക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പൗലോസ് പറയുക, ഈ കൃപായുഗത്തിൽ ആരും നമ്മളെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുൻപാകെ കുറ്റം ചുമത്തുന്നില്ല. ആർക്കും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിടിക്കാൻ ഒക്കില്ല. ഇപ്പോഴുള്ളതോ ഇനിയും വരുവാൻ ഉള്ള കാര്യങ്ങളോ. എത്ര മനോഹരമായ ദൈവവചനമാണ്. നമുക്ക് മുൻപോട്ട് പോകാം. 10ാമത്തെ പോയിന്റ്, ഗ്രേസ് ടീച്ചേഴ്സ് ഡു നോട്ട് റൈറ്റ്ലി ഹാൻഡിൽ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മുടെ എക്സ്പെർട്ടീസാ ദ റൈറ്റ് ഡിവിഷൻ, ഇല്ലേ? 2 തിമോത്തിയർ 2:15 അതേ കാര്യം നമുക്കെതിരെ ഉപയോഗിക്കുന്നു. നമ്മൾ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, 2 തിമോത്തിയോസ് 2:15 റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്ന് ദൈവം പഠിപ്പിക്കുന്നു. അതേ കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ യുഗങ്ങളെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ടൈം പാസ്റ്റ്, എന്നാൽ ഇപ്പോഴോ വരുവാനുള്ള യുഗങ്ങൾ. നമ്മൾ വളരെ ക്ലിയറായിട്ട് പ്രവചന പദ്ധതിയും മർമ്മമായിരുന്ന പദ്ധതി അതിനെ വേർതിരിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇസ്രായേലും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിൽ നമ്മൾ വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? പല ഇടങ്ങളിൽ സഭ എന്നുള്ള വാക്കുണ്ട്, അല്ലേ? മരുഭൂമിയിൽ അല്ലെ സഭ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, ക്രിസ്തു യേശു ആരംഭിച്ച കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ചെറിയ കൂട്ടം സഭയുണ്ട്. 12 അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച കൂട്ടായ്മകളുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തോലൻ ലഭിച്ച വെളിപ്പാടനുസരിച്ച് ആരംഭിച്ച സഭകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, അല്ലേ? ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിൽ വേർതിരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ പരിച്ഛേദനയുടെ സുവിശേഷവും പരിച്ഛേദന ഇല്ലാത്തവരുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ ആൻഡ് ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ തമ്മിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിനുള്ള വാഗ്ദത്വവും അന്യജാതികൾക്കുള്ള വാഗ്ദത്വം, ഇസ്രായേലിൻ്റെ രക്ഷാപദ്ധതി, അന്യജാതികളുടെ രക്ഷാപദ്ധതിയെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ അനേക വ്യക്തികൾക്കുള്ള ഉപദേശങ്ങളും വാഗ്ദത്തങ്ങളുമുണ്ട്. ആദാം, നോഹ, മോശ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അനേക വാഗ്ദത്തങ്ങളുണ്ട്. 12 ശിഷ്യന്മാർക്കോടുള്ള ഉപദേശങ്ങളുണ്ട്. പൗലോസിൽ കൂടി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നാം പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? യേശു ക്രിസ്തുവിനുള്ള വാഗ്ദത്തം ഇന്ന് നമുക്കുള്ളതായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇസ്രായേലിനുള്ള വാഗ്ദത്തം ഇന്ന് നമുക്കുള്ളതാണെന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? റീപ്ലേസ്മെന്റ് തിയോളജി, അതായത് നമ്മളാണ് ആത്മീക ഇസ്രായേൽ എന്നുള്ള ഉപദേശം ദൈവവചനത്തിന് വിപരീതമായ ഉപദേശമാണ്. പ്രവചന പദ്ധതി പ്രകാരം ഒരു വിശ്വാസി അന്ത്യം വരെ പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. എന്നാൽ നമുക്കെന്തുണ്ട്?
നാം വിശ്വസിക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ടാണ് ദൈവമക്കൾ ദ റൈറ്റ് ഡിവിഷൻ ചർച്ചസ് ദൈവ സുവിശേഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ദൈവവചനവും പഠിപ്പിക്കുന്നത്. ഈ കൃപായുഗത്തിൽ വിശ്വാസിത നടപ്പ് ഒരു കയറൽ, ഇങ്ങനെ ചിലരുടെ സർക്കസിൽ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വീഴുമോ, അയ്യോ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമോ, അയ്യോ എന്ത് പറ്റും, അയ്യോ. അങ്ങനെയാണോ നമ്മുടെ രക്ഷയുടെ ഉറപ്പ്? അങ്ങനെയാണോ നമ്മുടെ നടപ്പ്? അല്ല. മറിച്ച് വി എൻ നാഗൽ തൻ്റെ ഒരു പാട്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: എൻ നീതിയും എൻ വിശുദ്ധിയും എൻ യേശുവും താൻ രക്തവും, വേറില്ല ആത്മശരണം, വേറില്ല പാപഹരണം. എൻ യേശുവൻ ഇമ്മാനുവേൽ, ഞാൻ നിൽക്കുന്ന ഈ പാറമേൽ. അതിൻ്റെ 4-ാമത്തെ വരിയിൽ ഇങ്ങനെയാണ്: ആരെന്നെ കുറ്റം ചുമത്തും, ആര് ശിക്ഷയ്ക്കെന്നെ വിധിക്കും, ഞാൻ ദൈവനീതിയാകുവാൻ പാപമായി തീർന്നൻ രക്ഷകൻ. പ്രിയമുള്ളവരെ, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ ഒരു വിശ്വാസിയുടെ ജീവിതം ഉറപ്പുള്ള പാറമേൽ, ക്രിസ്തു എന്ന ഉറപ്പുള്ള പാറമേലാണ് നാം നിൽക്കുന്നത്. ആ ഒരടിസ്ഥാനം, അതാണ് നമ്മുടെ അടിസ്ഥാനം. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ദൈനംദിനം വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്തുവിൽ ആനന്ദിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.